അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ കേരളത്തിൽ താമര വിരിയിച്ച തൃശൂരിൽ ബി.ജെ.പിക്ക് ആദ്യമായി അക്കൗണ്ട് തുറപ്പിച്ച തൃശൂരിന്റെ സ്വന്തം നമ്മുടെ കേരളത്തിന്റെ സ്വന്തം സുരേഷ് ഗോപി കേന്ദ്ര പെട്രോളിയം വകുപ്പ് സഹമന്ത്രിയായി ചുമതലയേറ്റിരിക്കുന്നു. ശാസ്ത്രി ഭവനിലെ പെട്രോളിയം മന്ത്രാലയത്തിലെത്തിയ സുരേഷ് ഗോപി കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് പുരി സ്വീകരിച്ചു. തുടർന്ന് ഓഫീസിലെത്തിയാണ് സുരേഷ് ഗോപി ചുമതലയേറ്റത്. പെട്രോളിയത്തിന് പുറമെ പ്രകൃതിവാതകം, ടൂറിസം എന്നീ വകുപ്പുകളിലും സഹമന്ത്രി സ്ഥാനം അദ്ദേഹം വഹിക്കും. ഭാരിച്ച ഉത്തരവാദിത്തമാണ് തനിക്ക് ലഭിച്ചതെന്നും തന്നെ ജയിപ്പിച്ചു വിട്ട തൃശൂർക്കാരോട് നന്ദി പറയുന്നതായും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. പെട്രോളിയം രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വികസനത്തിനായി തന്റേതായ സംഭാവന നൽകാൻ ശ്രമിക്കും. ആദ്യം വിഷയം പഠിച്ച ശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കും. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് തനിക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യും. കൊല്ലം തീരത്ത് എണ്ണ ശേഖരം കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ എണ്ണ ഖനന സാധ്യത പരിശോധിക്കും. തന്റെ ജന്മസ്ഥലമാണ് കൊല്ലമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ നിന്ന് താൻ രാജിവെക്കാൻ പോകുന്നു എന്ന വാർത്ത തെറ്റാണെന്ന് സുരേഷ് ഗോപി വെളിപ്പെടുത്തിയിരുന്നു. ഇത്തരം തെറ്റായ വാർത്തയാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇത് തീർത്തും തെറ്റാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ വികസനത്തിനും സമൃദ്ധിക്കും തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ നിന്ന് താൻ രാജിവെക്കാൻ പോകുന്നു എന്ന തെറ്റായ വാർത്തയാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അത് തീർത്തും തെറ്റാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ വികസനത്തിനും സമൃദ്ധിക്കും തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും സുരേഷ് ഗോപി എക്സിൽ കുറിച്ചു. നേരത്തെ കേന്ദ്രമന്ത്രിസഭയിൽ അർഹമായ പരിഗണന ലഭിക്കാതെ പോയതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തി എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് മോദി മന്ത്രിസഭയിൽ നിന്ന് സുരേഷ് ഗോപി രാജിവെക്കുമെന്ന അഭ്യൂഹം പരന്നത്. ഇതിന് പിന്നാലെയാണ് സുരേഷ് ഗോപി വിശദീകരണവുമായി രംഗത്തെത്തിയത്. നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മറ്റാർക്കും ക്ഷണമില്ലെങ്കിലും ഒരാൾക്ക് പ്രത്യേക ക്ഷണമുണ്ടായിരുന്നു. അതാർക്കാണെന്നറിയാമോ? ആ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുന്നതിനിടെ രാഷ്ട്രപതി ഭവനിൽ ഒരു പുലി വന്നു. സത്യപ്രതിജ്ഞയ്ക്കിടെ പുലി നടക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. എന്നാൽ ഇതിന്റെ ആധികാരികതയെക്കുറിച്ച് ഈ വൈറലായ സമയത്തൊന്നും പുറത്തു വന്നിട്ടില്ല. സത്യപ്രതിജ്ഞ നടന്ന ചടങ്ങിന് പിന്നിലെ പടവുകൾക്ക് മുകളിലൂടെ പുലി പോലെ തോന്നിപ്പിക്കുന്ന ഒരു മൃഗം പോകുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ബി.ജെ.പി എം.പി ദുർഗാദാസ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഒപ്പുവച്ച ശേഷം രാഷ്ട്രപതിയെ വണങ്ങാനായി പോകുമ്പോഴാണ് മൃഗം നടന്നു പോകുന്നത് കാണുന്നത്. അതേസമയം സത്യപ്രതിജ്ഞ നടക്കുന്ന വേദിക്ക് പിന്നിലൂടെ കടന്നു പോകുന്നത് പുലിയല്ല, പൂച്ചയോ നായയോ ആയിരിക്കാമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച കൊഴുക്കുന്നുണ്ട്. കനത്ത സുരക്ഷയുള്ള രാഷ്ട്രപതി ഭവനിൽ പുലി കയറുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അവസാനം സോഷ്യൽ മീഡിയയിലെ ചർച്ചകളൊക്കെ കണ്ട് ഡൽഹി പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ്. അജ്ഞാത ജീവി നമ്മൾ കരുതിയതുപോലെ കടുവയോ പുലിയോ ഒന്നുമല്ല, അതൊരു പൂച്ചയാണ് എന്നാണ് പറയുന്നത്. എക്സിലൂടെയായിരുന്നു പോലീസിന്റെ വിശദീകരണം.